ഹായ് ഓൾ, ഐ എം റിയാസ് സ്കൈവിൽസ്. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സീരീസ് ഓഫ് വീഡിയോസിന് സ്റ്റാർട്ടിംഗ് കൊടുക്കുകയാണ്. യുവർ സൂപ്പർ സ്പേസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ കാർ ഇന്റീരിയറിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുത്തത് നിങ്ങളെ പലപ്പോഴും കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അത് മറ്റുള്ളവർക്കും എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു സീരീസ് ഓഫ് വീഡിയോസ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാർ ഇന്റീരിയർ സ്പേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കാർ സീറ്റ് കവറിനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ ആ വാഹനത്തിൽ ടച്ച് ചെയ്യുന്ന മറ്റുള്ള എല്ലാ കമ്പോണൻസും, അത് സൗണ്ട് സിസ്റ്റം ആയിരിക്കാം, ലൈറ്റ്സ് ആംബിയൻസ് ആയിരിക്കാം, നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റീവ് ഡിവൈസസ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സും നമുക്ക് കംഫർട്ട് നൽകുന്ന എല്ലാ ഡിവൈസസിനെയും കുറിച്ചും നമ്മൾ പ്രതിപാദിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ബ്രാൻഡ് വാഹനം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് ക്വാളിറ്റിയും എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും ക്വാളിറ്റി എല്ലാം തന്നെ നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ കാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത്രമാത്രം ശ്രദ്ധ ചെലുത്താറില്ല, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു യൂണീക്നെസ് അതിൽ ലഭിക്കാറില്ല. തീർച്ചയായിട്ടും ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം ഒരു BMW ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ലോഗോയുടെ മുന്നിൽ നിന്ന് എല്ലാ ദിവസവും ഒരു സെൽഫി എടുക്കാൻ തയ്യാറാകില്ല. എന്നാൽ ആ വാഹനത്തിൽ കയറി നിങ്ങൾ ആ റിയർ മിററിലൂടെ ഒന്ന് നിങ്ങളുടെ ഫേസ് നോക്കി ഒന്ന് നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനോ ഇവൻറ്റ്സിനോ പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഈ കാർ ഇന്ത്യയിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. സോ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയാലും കളേഴ്സ് ആയാലും ഡിസൈൻസ് ആയാലും എല്ലാം തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ റെക്കഗ്നൈസേഷൻ എല്ലാം തന്നെ കാർ ഇന്റീരിയർ. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് പ്രതിപാദിച്ച നമ്മുടെ ഒരു ബുക്ക് യുവർ കാർ ഈസ് യുവർ ഐഡന്റിറ്റി. തീർച്ചയായിട്ടും നമ്മുടെ കാർ ഇന്റീരിയർ നമ്മുടെ ഐഡന്റിറ്റിയാണ്, നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്, സുപ്പീരിയർ സ്പേസ് ആണ്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മൾ എക്സിബിറ്റ് ചെയ്ത പല വീഡിയോസിനെ കുറിച്ച് ഒരുപാട് ഫീഡ്ബാക്സ്, റിവ്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ വർക്ക് ഒന്നും കൂടി മികച്ചതാക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ എലമെന്റ് ഒന്നും കൂടി ഇന്ന രീതിയിൽ ചെയ്താൽ ഭംഗിയാകും എന്ന് പറയുന്ന ഒരുപാട് വെൽവിഷേഴ്സ് നമ്മുടെ ചുറ്റിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സീരീസ് വളരെ വിജയകരമായി തുടരേണ്ടതുണ്ട്. തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ ഈ സീരീസ് തുറന്നുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. സോ വാച്ച് ഓൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.